ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ആഗോള പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ലോകത്തെ 4ാമത്തെ ശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 6.13 കോടി പിന്നിട്ടു. ഇന്ത്യയിൽ രോഗമുക്തി നിരക്കിൽ വർധന. കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്ക് 9.6 ആയി. പരിശീലനത്തിനിടെ മിഗ് വിമാനം അറബിക്കടലിൽ തകർന്നു വീണു. പൈലറ്റിനെ കാണാതായി. കേരള ബാങ്ക് ആദ്യ ഭരണസമിതി ചുമതലയേറ്റു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാളും എടികെ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ആഗോള പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ലോകത്തെ 4ാമത്തെ ശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പുനരുപയോഗ ശേഷി നിലവിൽ 136 ജിഗാവാട്ട്സ് ആണ്. 3ാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സംഗമം RI ഇൻവെസ്റ്റിന്റെ ഉദ്ഘാടനത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പുനരുപയോഗ ഊർജ്ജ ഉൽപാദന ശേഷി ഇനിയും വർദ്ധിപ്പിച്ച് രാജ്യത്തെ എല്ലാവർക്കും വൈദ്യുതി എത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സാമ്പത്തിക രംഗം മികച്ച തിരിച്ചുവരവ് നടത്തുന്നതായി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിന് ശേഷം പ്രതീക്ഷിച്ചതിലും മികച്ച പുരോഗതിയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷന്റെ വാർഷിക ദിന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചാ സാധ്യതകൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉത്സവകാലത്തിനു ശേഷം സാധനങ്ങളുടെ ആവശ്യകതയിലുള്ള സ്ഥിരത സംബന്ധിച്ച് ശ്രദ്ധ കൈവിടരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ സാമ്പത്തിക വ്യാപാര ഇടപാടുകൾ നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലടക്കം 8 സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള കോവിഡ് കേസുകളിലെ വർധനവ് പരിഗണിച്ച് സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 6.13 കോടി പിന്നിട്ടു. രാജ്യത്തെ രോഗമുക്തി നിരക്കിൽ വർധന. വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 43,082 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 93 ലക്ഷം പിന്നിട്ടു. 492 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 1,35,715 ആയി. 1.46% നിലവിലെ മരണനിരക്ക്. നിലവിൽ 4.5 ലക്ഷത്തിലേറെ പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇത് ആകെ രോഗബാധിതരുടെ 4.9% വരും. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 39,000-ലേറെ പേർ രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 87,18,000 കവിഞ്ഞു. 93.65% നിലവിലെ രോഗമുക്തി നിരക്ക്. അതിനിടെ ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,13,00,000 കവിഞ്ഞു. 14,38,000 പേരാണ് ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചത്. രോഗബാധിതരുടെ എണ്ണത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് ഇന്നലെ 9.6 ആയി. 55,996 സാമ്പിളുകൾ പരിശോധിച്ചതിൽ ഇന്നലെ 5,378 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 5,970 പേർ രോഗമുക്തി നേടി. 27 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കേരളത്തിലെ കോവിഡ് മരണം 2,148 ആയി. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11.31 ലക്ഷത്തോളം കോവിഡ് പരിശോധനകൾ നടന്നു. ഇതോടെ ആകെ പരിശോധനകൾ 13.7 കോടി പിന്നിട്ടു. ഉയർന്ന തോതിലുള്ള പരിശോധനകൾ രോഗികളെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാനും സഹായിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കുറഞ്ഞ മരണനിരക്കിനും ഇത് വഴിതെളിക്കും. ശരീരത്തിന് ആവശ്യമായ വ്യായാമം ഉറപ്പാക്കുന്നതിൽ കോവിഡ് മഹാമാരി ഒരു തടസ്സമായി മാറരുതെന്ന് ലോകാരോഗ്യ സംഘടന. ശാരീരിക മാനസിക ആരോഗ്യത്തിന് വ്യായാമം അത്യന്താപേക്ഷിതമാണെന്ന് UN ആരോഗ്യ സംഘടന വ്യക്തമാക്കി. MiG-29K യുദ്ധവിമാനം പരിശീലനത്തിനിടെ അറബിക്കടലിൽ തകർന്നു വീണു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സംഭവം. പൈലറ്റുമാരിൽ ഒരാളെ രക്ഷപ്പെടുത്തി. കാണാതായ മറ്റൊരു പൈലറ്റിനായി നാവികസേന തിരച്ചിൽ നടത്തുകയാണ്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും നാവികസേന അറിയിച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് സീഷെൽസിലെത്തും. 2 ദിവസമാണ് ഇവിടെ സന്ദർശനം. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സീഷെൽസ് പ്രസിഡന്റ് വെയ്വൽ രാംകലാവനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകൾ അദ്ദേഹത്തെ അറിയിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്യും. കേരള ബാങ്ക് ആദ്യ ഭരണസമിതി അധികാരമേറ്റു. കഴിഞ്ഞ വർഷം നവംബർ 26-നാണ് സംസ്ഥാന സഹകരണ ബാങ്കിൽ ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചത്. ഒരു വർഷത്തേക്ക് സഹകരണ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണസമിതിക്കായിരുന്നു ചുമതല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യാന്തര വിമാനങ്ങൾക്കുള്ള വിലക്ക് കേന്ദ്ര സർക്കാർ അടുത്ത മാസം 31 വരെ നീട്ടി. വിദേശ ചരക്ക് വിമാനങ്ങൾ, പ്രത്യേക അനുമതിയുള്ള ചാർട്ടേഡ് സർവീസുകൾ എന്നിവയ്ക്ക് വിലക്ക് ബാധകമല്ലെന്ന് വ്യോമയാന ഡയറക്ടറേറ്റ് അറിയിച്ചു. വന്ദേ ഭാരത് വിമാനങ്ങളും വിവിധ രാജ്യങ്ങളുമായുള്ള യാത്രാ കരാറിന്റെ ഭാഗമായുള്ളവയും സർവീസ് നടത്തും. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന കർഷകരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. പ്രക്ഷോഭങ്ങളിൽ നിന്നും കർഷകർ പിൻവാങ്ങണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അടുത്ത മാസം 3-ന് കർഷകരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാനാവുമെന്നും ശ്രീ തോമർ പറഞ്ഞു. 1971-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിജയത്തിന് 50 വയസ്സ് പൂർത്തിയാകുന്ന വേളയിൽ 1971 കിലോമീറ്റർ ദൂരം സൈക്കിൾ പര്യടനത്തിന് ഇന്ത്യൻ കരസേനയുടെ കൊണാർക്ക് കോർപ്സ് തുടക്കമിട്ടു. 1971 ഡിസംബർ 3-നാണ് ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനെതിരെ വിജയം നേടിയത്. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നടക്കുന്ന സൈക്കിൾ പര്യടനത്തിന്റെ ഭാഗമായി സാമൂഹിക അകലം, മാസ്കുകളുടെ ഉപയോഗം തുടങ്ങിയവ സംബന്ധിച്ച് രാജ്യത്തെ ഗ്രാമീണർക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് പ്രതിരോധ വക്താവ് വിംഗ് കമാൻഡർ പുനീത് ചദ്ദ അഭിപ്രായപ്പെട്ടു. ഉത്തർപ്രദേശിൽ 16 ദേശീയപാതാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തുടക്കം കുറിച്ചു. 7477 കോടി രൂപയുടെ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചടങ്ങിൽ പങ്കെടുത്തു. 505 കിലോമീറ്ററോളം റോഡ് നവീകരിക്കുന്നതോടെ സംസ്ഥാനത്ത് സാമ്പത്തികമായും മുന്നേറ്റമുണ്ടാകും. കഴിഞ്ഞ 6 വർഷമായി സംസ്ഥാനത്ത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായും ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ 2 ദിവസത്തെ ശ്രീലങ്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 4ാമത് ദേശീയ സുരക്ഷാ ഉപദേശകതല ത്രിരാഷ്ട്ര സമുദ്ര സുരക്ഷാ സഹകരണ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിലെത്തുന്നത്. 2011-ൽ മാലിദ്വീപിലും 2013-ൽ ശ്രീലങ്കയിലും 2014-ൽ ഇന്ത്യയിലും സമാന യോഗങ്ങൾ നടന്നിരുന്നു. വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശ്രിംഗ്ല നേപ്പാളിലെ ഉന്നതതല രാഷ്ട്രീയ നേതൃത്വവുമായും നേപ്പാൾ വിദേശകാര്യ സെക്രട്ടറിയുമായും ചർച്ച നടത്തി. ഇന്ത്യ നേപ്പാൾ ഉഭയകക്ഷി ബന്ധത്തിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. കോവിഡ് മഹാമാരി ഉയർത്തിയ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ നേപ്പാൾ ബന്ധത്തിലുണ്ടായ പുരോഗതിയിൽ ഇരുവരും സംതൃപ്തി രേഖപ്പെടുത്തി. നേപ്പാൾ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി വിദേശകാര്യ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡൽഹിയിലെ അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം സാവധാനം മെച്ചപ്പെട്ടു വരുന്നു. ഇന്ന് രാവിലെ വായു നിലവാര സൂചികയിൽ 143 രേഖപ്പെടുത്തിയത്. ശൈത്യകാല ആരംഭത്തോടെ ഡൽഹിയിൽ അനുഭവപ്പെട്ട അന്തരീക്ഷ വായു മലിനീകരണം ദീപാവലി ആഘോഷങ്ങളെ തുടർന്ന് വർദ്ധിക്കുകയായിരുന്നു. ബീഹാറിൽ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് സംസ്ഥാന സർക്കാർ പുതിയ മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. പരമാവധി 100 പേർ മാത്രമേ ചടങ്ങിൽ പങ്കെടുക്കാവൂ. ഡിസംബർ 3 വരെ ഇത് പ്രാബല്യത്തിലുണ്ടാകും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11-ന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 71-ാം അധ്യായമാണിത്. മലയാളത്തിലുള്ള പരിഭാഷയും തുടർന്ന് കേൾക്കാം. ISL ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും ATK ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും. ഗോവയിൽ രാത്രി 7:30-ന് കളി ആരംഭിക്കും. സിഡ്നിയിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ 1-ാം ഏകദിനത്തിൽ ആരോൺ ഫിഞ്ചിന് സെഞ്ചുറി. ഓസ്ട്രേലിയ കൂറ്റൻ സ്കോറിലേക്ക്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 43.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 309 റൺസ് എടുത്തിട്ടുണ്ട്. 2 മാസം നീളുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ 3 ഏകദിനങ്ങളും 3 ട്വന്റി മത്സരങ്ങളും 4 ടെസ്റ്റ് മത്സരങ്ങളും ഉൾപ്പെടുന്നു. 2ാം ഏകദിന മത്സരം ഈ മാസം 29-നും അവസാന ഏകദിനം അടുത്ത മാസം 2-നും നടക്കും. ഡിസംബർ 17-ആണ് ടെസ്റ്റ് മത്സരങ്ങൾക്ക് തുടക്കമാവുക. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ലോകത്തെ 4ാമത്തെ ശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 6.13 കോടി പിന്നിട്ടു. ഇന്ത്യയിൽ രോഗമുക്തി നിരക്കിൽ വർധന. കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്ക് 9.6 ആയി. പരിശീലനത്തിനിടെ മിഗ് വിമാനം അറബിക്കടലിൽ തകർന്നു വീണു. പൈലറ്റിനെ കാണാതായി. കേരള ബാങ്ക് ആദ്യ ഭരണസമിതി ചുമതലയേറ്റു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാളും ATK ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകൾക്കും വാർത്താധിഷ്ഠിത പരിപാടികൾക്കും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.